എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം. കാരണം ഒരാൾക്കൊരറിവ് കിട്ടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ഉണ്ടാകും, അതിന് പ്രതിഫലം നമുക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം. തിന്മയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇത്തരം നല്ല കാര്യങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം ഷെയ്ഖ് റിഫായി ഷെയ്ഖിൻ്റെ വഫാത്താണ്. ഇതിന് മുൻപത്തെ ഒരുപാട് വീഡിയോകളിൽ മഹാനവരുടെ ചരിത്രം നമ്മൾ പഠിച്ചു. ഇനി റിഫായി ഷെയ്ഖിൻ്റെ വഫാത്താണ് ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ പോകുന്നത്. കേട്ടു നോക്കൂ. ലക്ഷ്യങ്ങളെ ആത്മീയ ഉന്നതിയിൽ എത്തിച്ച, വൈജ്ഞാനിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച, മനുഷ്യ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അഷേഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹിജറ 578 ജമാദുൽ ആഖിർ 12 വ്യാഴാഴ്ച ദുഹറിന്റെ സമയം വഫാത്തായി. വഫാത്തിന്റെ സമയം 80 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഷെയ്ഖ് പ്രഖ്യാപിച്ചിരുന്നുവെന്ന് ഷെയ്ഖ് സഫീദ്ദീൻ റിഫായി തന്റെ അർറൗദുൻ നളീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദരരോഗം കാരണമായിട്ടാണ് ഷെയ്ഖ് അവറുകൾ വഫാത്തായത്. രോഗം കഠിനമായപ്പോൾ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി തന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങിപ്പോയി. ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോൾ മുൻ പരിചയമില്ലാത്ത 7 ശുഭവസ്ത്രധാരികളെ കണ്ടു. അവർ ഷെയ്ഖിനെ കുളിപ്പിക്കാനും തിരുശരീരം ചുമക്കാനും വളരെ ഭക്തിയോടെ നേതൃത്വം വഹിച്ചു. ജനാസ നിസ്കാരത്തിന് ശേഷം പിന്നെ അവരെ കണ്ടതേയില്ല. ഷെയ്ഖിന്റെ ജനാസയെ പച്ചപ്പക്ഷികൾ 4 ഭാഗത്തു നിന്നും വട്ടമിട്ടു പറന്നു പൊതിഞ്ഞ് ഇത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തി. അവർ ബറക്കത്തെടുക്കാൻ വലയം ചെയ്തതായിരുന്നു. ഈ അത്ഭുതം കണ്ട 1000 ക്രൈസ്തവരും 700 ജൂതന്മാരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഷെയ്ഖിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മിൻഹാ ഖലഖനാകും എന്ന ദിക്ർ ചൊല്ലുന്നതായി അവിടെ കൂടിയവർ കേൾക്കുകയുണ്ടായി. ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശാൻ തുടങ്ങി. അർ-റൗദുൻ നളീർ പേജ് 71. ജനാസ നിസ്കാരത്തിന് 1,00,000-ലേറെ പേരാണ് പങ്കെടുത്തത്. പിതാമഹനായ യഹ്യ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനടുത്ത് ഉമ്മു അബീദയിലാണ് ഖബറടക്കിയത്. വഫാത്ത് അടുത്തപ്പോൾ ശിഷ്യന്മാർ ഉപദേശം തേടി. തങ്ങളുടെ ആത്മീയ നേതാവ് ഇല്ലാത്ത സമയത്ത് അവർക്ക് ഗുരുവചനങ്ങൾ വേണമായിരുന്നു. നന്മ ചെയ്യുന്നവരിലേക്ക് നന്മ മുന്നിട്ട് വരും, തിന്മ ചെയ്യുന്നവർ ഖേദിക്കും. എപ്പോഴും ഓർമ്മിക്കാവുന്ന ഈ വചനമാണ് ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശിഷ്യന്മാർക്ക് ഉപദേശമായി നൽകിയത്. ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിച്ച മഹാനവർകൾ മനസ്സിനെയും ശരീരത്തെയും നന്മ കൊണ്ട് നിറച്ച് കഠിനമായ റിയാദകളിലൂടെ ആധ്യാത്മിക പടവുകൾ കയറി മനുഷ്യബുദ്ധി യുക്തിപരമായി വിനിയോഗിച്ച ആ മഹാമനീഷയുടെ വിയോഗം വലിയൊരു നഷ്ടമായി. സ്നേഹവും താഴ്മയും ആയുധമാക്കി ധാരാളം സാമൂഹിക ദ്രോഹികളെയും ധിക്കാരികളെയും റബ്ബിനെ മറന്ന് ജീവിക്കുന്നവരെയും മരണാനന്തരം മങ്ങാത്ത പ്രകാശം പരത്തുന്നവരും മാതൃകാ യോഗ്യരും ഔലിയാക്കളുമാക്കി മാറ്റി. നമുക്കവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാം, ദിക്റും സ്വലാത്തും അവർക്ക് വേണ്ടി ചൊല്ലി ദുആ ചെയ്യാം. ഷെയ്ഖ് റിഫായി തങ്ങളുടെ യഥാർത്ഥ മുരീദന്മാരിൽ ഉൾപ്പെടുത്തി ആ ത്വരീഖത്തിൽ ഖിദ്മ ചെയ്യുന്നവരിൽ ചേർത്ത് ഈമാനും തഖ്വയും ഇഖ്ലാസും ഏറ്റിത്തന്നു. ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിച്ചു. ഞങ്ങളെയും മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉസ്താദുമാർ, കുടുംബാദികൾ, സഹായികൾ, സ്ഥാപന സഹായികൾ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, ഓരോ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുന്നവർ, ഞങ്ങൾക്ക് കടപ്പാടുള്ളവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് വർഷിപ്പിക്കണം അല്ലാഹ്. പൈശാചികവും ആഭിചാരദോഷവും മറ്റ് ശാരീരിക മാനസികമായ രോഗങ്ങളും പ്രതിസന്ധികളും കടങ്ങളും കേസുകളും പല സാധനങ്ങളും വിറ്റുപോകേണ്ടവരും സന്താനങ്ങളില്ലാത്തവരും ഇണകളെ കിട്ടാത്തവരും എല്ലാം അഭയം ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മദദ് കൊണ്ട് ഞങ്ങളെല്ലാം ആ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്ന് സന്തോഷിപ്പിക്കണം അല്ലാഹുവേ. റിഫായി ഷെയ്ഖ് ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.